ആയിട്ടുള്ള കുറേ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതായത് നമ്മൾ വിവിധ തരം ജനറേറ്റിംഗ് സ്റ്റേഷനെ പറ്റിയും നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇലക്ട്രിസിറ്റിയുടെ കുറച്ച് പ്രധാനപ്പെട്ട ടേംസ് ആയിട്ട്, അതായത് എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ. അതായത് കുറേ ടേംസ് ഉണ്ട് ഇതിനകത്ത്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ടേംസും കാര്യങ്ങളും എല്ലാം നമുക്കിതിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാണ്. അതായത് നമുക്കൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്. നിങ്ങളിത് ഒന്നും നമ്മൾ കാണാതെ പഠിക്കണ്ട, നല്ലപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടേംസ് എല്ലാം എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അല്ലാതെ ഒന്നും ബൈഹാർട്ട് അടിച്ചു വെക്കണം, മനസ്സിലാക്കിയാൽ മതി എന്തുവാണത്. നമുക്കൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്. ആ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പവർ ഉണ്ടാക്കി നമ്മൾ 4 സ്ഥലത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ടൗൺ 1, നമ്മൾ 4 സ്ഥലത്തേക്ക് കൊടുക്കുന്നുണ്ട്. ടൗൺ 1, ടൗൺ എ, അടുത്തത് ടൗൺ ബി, 3 ഫാക്ടറി എ, and the fourth one is factory B. അപ്പോൾ നമ്മൾ നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു പർട്ടിക്കുലർ പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മളത് 4 സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണ് നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവിൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുന്ന ലോഡിനെ നമ്മൾ പറയുന്ന പേരാണ് ബേസ് ലോഡ് എന്ന് പറയും. അതായത് ഈ ലോഡ് ഡ്യൂറേഷൻ കർവ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും താഴെ ലോഡ് വന്നത് എത്ര കിലോ വാട്ടാ ഒരു ദിവസം? ആരെങ്കിലും പറഞ്ഞോ? വേഗം പറഞ്ഞോ. ഏറ്റവും കുറവ് ലോഡ് വന്നത് എത്ര കിലോ വാട്ടാ നമ്മൾ മാർക്ക് ചെയ്ത്? പറ, മൈക്ക് ഓൺ ആക്കി പറഞ്ഞോ. എനിക്ക് കമന്റ് ബോക്സ് ഒന്നും കാണത്തില്ല. പറഞ്ഞോ, വേഗം പറഞ്ഞോ. ഏറ്റവും കുറവ് ലോഡ് വന്നത് എത്ര കിലോ വാട്ടാ? 50. ഹലോ, 50. അപ്പൊ 50 കിലോ വാട്ട്. അപ്പൊ ഈ 50 കിലോ വാട്ടിന്റെ ഈ ഏരിയ, ഈ 50 കിലോ വാട്ടിന്റെ ഈ ഏരിയ ഇതിനെയാണ്, അതായത് ഈ 50 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 50, ഓക്കെ, 50 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ലോഡിൽ ഈ 50 കിലോ വാട്ട് ഉണ്ടാവും. അതായത് നമ്മൾ വെളുപ്പിന് 12 മണി തൊട്ട് വെളുപ്പിന് തൊട്ട് രാത്രി വരെ നിങ്ങൾ ഏത് ടൈം നോക്കിയാലും ഈ 50 കിലോ വാട്ട് കോൺസ്റ്റന്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഈ 50 കിലോ വാട്ട്, ഈ കോൺസ്റ്റന്റ് 50 കിലോ വാട്ട് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ലോഡാണ്. ഈ കോൺസ്റ്റന്റ് ലോഡ് ഇതിനെ പറയുന്ന പേരാണ് ബേസ് ലോഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ പറയുന്ന പേരാണ് ബേസ് ലോഡ്. 50 കിലോ വാട്ട് കോൺസ്റ്റന്റ് ലോഡാണ്, അത് ബേസ് ലോഡാണ്. ഇതെന്ന് പറയുന്നത് ഇവിടെ ഒരു 140 കിലോ വാട്ട് വരുന്നുണ്ട്. ഇതാണ് ആ ദിവസം വരുന്ന ഏറ്റവും വലിയ ലോഡ്. അപ്പോൾ ഈ 140 കിലോ വാട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന ഈ 140 കിലോ വാട്ട് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഇതാണ് പീക്ക് ലോഡ്. പീക്ക് ലോഡ്. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ പീക്ക് ലോഡ് വരുന്നത് എപ്പോഴാ? ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നമ്മുടെ വീടുകളിലൊക്കെ പീക്ക് ലോഡ്, അതായത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ് കാരണം ഏറ്റവും കൂടുതൽ വൈദ്യുതിയുടെ ഉപഭോഗം വരുന്ന സമയത്തിനെയാണ് നമ്മൾ പീക്ക് ലോഡ് എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പീക്ക് ലോഡ് വരുന്നത്? ഒന്ന് പറഞ്ഞേ. വൈകുന്നേരത്ത്. അതായത് വൈകുന്നേരങ്ങളിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയമാണ് നമുക്ക് പീക്ക് ലോഡ് വരുന്നത്. കാരണം കേരളത്തിന് ഏറ്റവും കൂടുതലുള്ള കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എന്ത് കൺസ്യൂമേഴ്സാണ്? ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഇൻഡസ്ട്രീസ് കൂടുതലുള്ള സ്റ്റേറ്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ പീക്ക് ലോഡ് ഈ നൈറ്റിൽ തന്നെ വരണമെന്നില്ല. ഇൻഡസ്ട്രിയൽ ലോഡ്സ് ആണ് കൂടുതലെങ്കിൽ നമ്മളെ കേരളത്തിൽ അത് കൂടുതലാണ്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രകാരം ഉച്ചയ്ക്ക് 12 മണിക്കാണ്
ഫാക്ടറികളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ 2 ഫാക്ടറികൾ പ്രധാനമായിട്ട് ഉള്ളത് കൊണ്ട് അവർക്ക് ലോഡ് കൂടുതലാണ്, ലോഡ് ഹൈ ആണ്, അതുകൊണ്ട് 12 PM-നൊക്കെയാണ് പീക്ക് ലോഡ് വരുന്നത്. അപ്പൊ നമ്മളത് പീക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ദ മാക്സിമം ലോഡ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ പവർ സ്റ്റേഷൻ ഫോർ എ പർട്ടിക്കുലർ ഇന്റർവെൽ ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ ഓഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡെയിലി ലോഡ് കർവ് എടുത്തു കഴിഞ്ഞാൽ വരുന്ന മാക്സിമം ഡിമാൻഡിനെയാണ് പീക്ക് ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ പീക്ക് ലോഡിനെ തന്നെയാണ് നമുക്ക് വേറൊരു പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റും. എന്താണ്? മാക്സിമം ഡിമാൻഡ്. പീക്ക് ലോഡിനെ തമ്മിൽ നമുക്ക് മാക്സിമം ഡിമാൻഡ്, അതായത് ഏറ്റവും കൂടുതൽ എനർജിയുടെ ആവശ്യകത വരുന്നതിനെയാണ് നമ്മൾ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ പീക്ക് ലോഡ് എന്താണെന്നും ബേസ് ലോഡ് എന്താണെന്നും പറയണം. പീക്ക് ലോഡ് എന്ന് പറയുന്നത് ഒരു പവർ സ്റ്റേഷനിൽ ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ വരുന്ന ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം വരുന്ന ആ ലോഡിനെയാണ്, ഏറ്റവും കൂടുതൽ വൈദ്യുതി എടുക്കുന്ന ആ സമയത്തുള്ള ലോഡാണ് പീക്ക് ലോഡ് എന്ന് പറയുന്നത്. അതായത് ഹയസ്റ്റ് ലോഡ്, എന്താ പറയുക, ഹയസ്റ്റ് ലോഡ് ദാറ്റ് ഈസ് ഷോൺ ഇൻ എ ലോഡ് ഡ്യൂറേഷൻ സർവീസ് കോൾഡ് പീക്ക് ലോഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രധാന കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതിൽ ഒരു ടേം എന്ന് പറയുന്നത് ലോഡ് ഫാക്ടറാണ്. ലോഡ് ഫാക്ടർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോഡ് ഫാക്ടർ എന്താണെന്നുള്ളതാണ്. അപ്പൊ പീക്ക് ലോഡ് എന്താണെന്നും ബേസ് ലോഡ് എന്താണെന്നും. അപ്പൊ ബേസ് ലോഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇറ്റ് ഈസ് ദ കോൺസ്റ്റന്റ് ലോഡ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ പവർ സ്റ്റേഷൻ. അതായത് നിങ്ങളുടെ വീട്ടിലെ ഒരു ബേസ് ലോഡ് എന്താണെന്നൊന്ന് പറയാമോ? നിങ്ങളുടെ വീട്ടിലെ ഒരു ബേസ് ലോഡിന് ഒരു എക്സാമ്പിൾ പറയാമോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലെ ഒരു ബേസ് ലോഡിന് ഒരു എക്സാമ്പിൾ പറയാമോ? വേഗം പറഞ്ഞോ. ബേസ് ലോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 24 മണിക്കൂർ ഓൺ ആക്കിയിട്ടിരിക്കുക ആ സാധനം. നിങ്ങളുടെ വീട്ടിലെ ഒരു ബേസ് ലോഡിന്റെ ഒരു എക്സാമ്പിൾ. എല്ലാവരുടെയും വീട്ടിൽ ഓരോന്നായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞോ. ഫ്രിഡ്ജ്. വെരി ഗുഡ്. ഫ്രിഡ്ജ് നമ്മുടെ ഒരു വീട്ടിലെ ഡൊമസ്റ്റിക്കിലെ ഒരു ബേസ് ലോഡായിട്ട് പറയാം. കാരണം ഫ്രിഡ്ജിന് ഇപ്പൊ 100 വാട്ട് ആണെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഫ്രിഡ്ജ് ഓൺ ആക്കി ഇട്ടുകയാണെങ്കിൽ അത് ബേസ് ലോഡാണ്. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ലോഡ് ഫാക്ടറിലേക്ക് പോവുകയാണ്. ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസത്തെ വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ വേണമെങ്കിൽ നമുക്ക് ലോഡ് ഡ്യൂറേഷൻ കർവ് വരയ്ക്കാൻ പറ്റും. അതിൽ ആവറേജ് ലോഡ് എന്ന് പറയുന്നത് മൊത്തം ടൈം ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ മൊത്തം ടൈം ഇന്റർവെല്ലാണ് ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവ് വരച്ചപ്പോൾ തന്നെയും ഈ ലോഡ് ഡ്യൂറേഷൻ കർവിന്റെ ഏരിയ എന്ന് പറയുന്നത്, ലോഡ് ഡ്യൂറേഷൻ കർവിന്റെ ഏരിയ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ടോട്ടൽ എനർജി ജനറേറ്റഡ് കിട്ടും. അതായത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് അവർ ആണ്, വൈ ആക്സിസ് എന്ന് പറയുന്നത് കിലോ വാട്ട് ആണ്. അപ്പോൾ നിങ്ങൾ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് കിലോ വാട്ട് അവർന്ന് കിട്ടും. ലോഡും എല്ലാം കിട്ടും. അപ്പൊ അടുത്ത ടേം എന്ന് പറയുന്നത് ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്. അതാണ് ലോഡ് ഫാക്ടർ. ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരു ദിവസം എടുക്കുവാണെങ്കിൽ മൊത്തം ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ ടൈം ആണ് ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു പ്രോബ്ലം ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ളത്. എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ടു കണക്റ്റഡ് ലോഡ് ആണ്. അതേപോലെ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? എനർജി ജനറേറ്റഡ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. അപ്പം ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഓൾവേസ്
ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും കേട്ടോ. ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി ഡിമാൻഡ് ഫാക്ടറിനെ കുറിച്ച് പറയാം. ഡിമാൻഡ് ഫാക്ടറിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതെന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡാണ്. മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇത് വേറൊരു ടേമാണ്. അപ്പൊ ലോഡ് ഡ്യൂറേഷൻ കർവ് എന്താന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ലോഡ് ഡ്യൂറേഷൻ കർവ് എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വരച്ച പോലത്തെ തന്നെ ലോഡ് കർവ് തന്നെയാണ് ലോഡ് ഡ്യൂറേഷൻ കർവ്. അപ്പൊ അതിലൊരു ചെറിയ വ്യത്യാസം എന്താന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ലോഡിനെ നമ്മൾ ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും മാക്സിമം ലോഡ് ആദ്യവും ഏറ്റവും മിനിമം ലോഡ്, അതായത് ആ ലോഡിന്റെ വേരിയേഷൻ, അതായത് ലോഡ് വേരിയേഷൻ മാക്സിമം ലോഡ് ആദ്യം കാണിക്കുകയും ലോഡ് വേരിയേഷൻ ഡിസെൻഡിങ് ഓർഡറിൽ റെപ്രസെന്റ് ചെയ്യുന്ന കർവാണ് ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത് ലോഡ് കർവാണ്. ഇതെന്ന് പറയുന്നത് ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കർവ് ഇൻ വിച്ച് ദ മാക്സിമം ലോഡ് ഈസ് റെപ്രസെന്റഡ് ഫസ്റ്റ് ആൻഡ് ദ ലോഡ് ഈസ് റെപ്രസെന്റഡ് ഇൻ ദി ഡിസെൻഡിങ് ഓർഡർ. ലോഡ് നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈ കർവിനെയാണ് നമ്മൾ എന്താണ് ലോഡ്, ഈ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ ലോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന കർവിനെയാണ് എന്തെന്ന് പറയുന്നത് ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഈ പ്രോബ്ലം കൂടെ നിങ്ങൾ ചെയ്തിരിക്കുക. അതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം. ഒരു പുതിയൊരു ടേമും കൂടെ ഉണ്ട്, അതുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ പേരെന്ന് പറയുന്നത്, ഒരു പുതിയ ടേമും കൂടെ ഉണ്ട്, അതിന്റെ പേരെന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഫാക്ടറാണ്. ഡൈവേഴ്സിറ്റി ഫാക്ടർ. അപ്പൊ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്ന് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഈച്ച് കാറ്റഗറി divided by maximum demand of station. അത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അപ്പൊ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഈച്ച് കാറ്റഗറി ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദി സ്റ്റേഷൻ. അതാണ് നമ്മുടെ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മുടെ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മുടെ ഈ ആദ്യത്തെ പടം കണ്ടോ, നമ്മുടെ ആദ്യത്തെ പടത്തില് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷൻ എത്ര സ്ഥലത്തേക്ക് പവർ കൊടുക്കുന്നുണ്ട്? അതായത് ഒന്നാമത്തെ സ്ഥലം, രണ്ടാമത്തെ സ്ഥലം, മൂന്നാമത്തെ സ്ഥലം. അപ്പൊ 2 ഫാക്ടറിയിലും നമ്മൾ പവർ കൊടുക്കുന്നുണ്ട്, അതേപോലെ 2 ടൗണിലും പവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നതെന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡ് ഓൺ ദ പവർ സ്റ്റേഷൻ, അതായത് ഈ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ വരുന്ന മാക്സിമം ഡിമാൻഡ്. അപ്പൊ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ മാക്സിമം ഡിമാൻഡ് എത്രയാ? 140 കിലോ വാട്ടാണ്. അപ്പൊ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? മാക്സിമം ഡിമാൻഡ്, അതായത് 140. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ന്യൂമറേറ്റർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് സം ഓഫ് ദി ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് എന്നാ പറയുന്നത്. അതായത് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ ടൗൺ എ, അതായത് ടൗൺ എയുടെ മാക്സിമം ഡിമാൻഡ് പ്ലസ്
ടൗൺ ബിയുടെ മാക്സിമം ഡിമാൻഡ് ന്യൂമറേറ്ററിൽ 4 ടൈം വരും പ്ലസ് ഫാക്ടറി എയുടെ മാക്സിമം ഡിമാൻഡ് പ്ലസ് ഫാക്ടറി ബിയുടെ മാക്സിമം ഡിമാൻഡ്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ മിക്കവാറും എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആവാനാണ് സാധ്യത. അതായത് ഇപ്പോൾ ടൗൺ എയുടെ മാക്സിമം ഡിമാൻഡ്, ടൗൺ എ എന്ന് പറയുന്ന ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്, അവിടുത്തെ മാക്സിമം ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്. നമ്മൾ ഈ ലോഡ് കർവ് വരച്ചിരിക്കുന്നത് ഈ 4 സ്ഥാപനങ്ങളുടെയും, അതായത് രണ്ട് ടൗണിന്റെയും 2 ഫാക്ടറിയുടെയും കൂടെ മൊത്തം ലോഡ് കർവാണ് നമ്മൾ ഈ മോഡിൽ വരച്ചിരിക്കുന്നത്. പക്ഷെ ഡൈവേഴ്സിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ ഓരോന്നിന്റെയും പ്രത്യേക മാക്സിമം ഡിമാൻഡ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ടൗണിന്റെ മാക്സിമം ഡിമാൻഡ് 30 കിലോ വാട്ടാന്ന് വിചാരിക്കും. അതായത് ഏറ്റവും കൂടുതൽ വരുന്ന ലോഡ് 30 കിലോ വാട്ട്. രണ്ടാമത്തതിന്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് 35 കിലോ വാട്ടാന്ന് വിചാരിക്കുക. ഇനി ഫാക്ടറി എയുടെ മാക്സിമം ഡിമാൻഡ് വരുന്നത്, ഫാക്ടറി എ വലിയൊരു ഫാക്ടറിയാന്ന് വിചാരിക്കുക. ഫാക്ടറി എ എന്ന് പറയുന്നത് നമ്മുടെ ആ ഏരിയയിലുള്ള ഒരു വലിയ ഫാക്ടറി. അപ്പോൾ അവിടെ 100 കിലോ വാട്ട് വരുന്നുണ്ട് ഡിമാൻഡ്, മാക്സിമം ലോഡ്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരു സമയത്ത് വരത്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇപ്പൊ ടൗൺ എയുടെ ലോഡ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആയതുകൊണ്ട് ഇത് നൈറ്റിലായിരിക്കും വരുന്നത്. ടൗൺ ബിയുടേത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആയതുകൊണ്ട് നൈറ്റിൽ പീക്ക് ടൈമിലാണ് വരുന്നത്. ഫാക്ടറി എ എന്ന് പറയുന്നത് ഒരു ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക. നമ്മുടെ എന്തെങ്കിലും ഫുഡ് പ്രോസസ്സിംഗ് മില്ലോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നൈറ്റിലല്ല വരുന്നത്, ഡേ ടൈമിലാണ് ലോഡ് വരുന്നത്. അതേപോലെ ഫാക്ടറി ബി എന്ന് പറയുന്ന ഒരു മില്ലാന്ന് വിചാരിക്കുക, റൈസ് മില്ലാണ്. റൈസ് മില്ല് എന്തായാലും രാത്രി വർക്ക് ചെയ്യത്തില്ല. റൈസ് മില്ല് ആൾക്കാരൊക്കെ പൊടിപ്പിക്കാനൊക്കെ വരുന്നത് എപ്പോഴാണ്? ഡേ ടൈം. അവിടെ കിലോ മാക്സിമം ഡിമാൻഡ് ഉണ്ട്, അതും ഡേ ടൈമിലാണ്. അപ്പൊ നമുക്കത് കറക്റ്റായിട്ട് അതും രണ്ട് നമ്മുടെ മൊത്തം 4 ലോഡിൽ 2 പ്രധാനപ്പെട്ട ലോഡ് എന്ന് പറയുന്നത് ഫാക്ടറിയാണ്. ആ 2 ഫാക്ടറിയും ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുന്നത് ഡേ ടൈമിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ 2 ഫാക്ടറിയുടെയും കൂടി ലോഡ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഉച്ച സമയത്തൊക്കെയാണ് വരുന്നത്. അപ്പം ഒരു ഫാക്ടറിക്ക് മാക്സിമം ലോഡ് 100 കിലോ വാട്ടും വേറെ ഒന്നിന് 60 കിലോ വാട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പീക്ക് ലോഡ് വരുന്നത് പല ടൈമിലായിരിക്കും. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദി പവർ സ്റ്റേഷൻ ആണ്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഡൈവേഴ്സിറ്റി ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതായത് ആദ്യത്തെ ഫാക്ടറിയുടെ ലോഡ് 30 പ്ലസ് 35 പ്ലസ് 100 പ്ലസ് 60 ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദ പവർ സ്റ്റേഷൻ. മാക്സിമം ഡിമാൻഡ് ഓൺ ദ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി 140 കിലോ വാട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ കണ്ട് പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഓഫ് ഈച്ച് ലോഡ് അല്ലെങ്കിൽ ഓഫ് ഈച്ച് കാറ്റഗറി ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദി പവർ സ്റ്റേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം കൂടെ ചെയ്യുവാണെന്ന്. Station has a maximum demand of a generating station has a connected load of 43 megawatt, maximum demand തന്നിട്ടുണ്ട് 20 megawatt, യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം. ഒരു വർഷത്തെയാണ്, പെർ ആനം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തത് കാണിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ലോഡ് ഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലോഡ് ഫാക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ലോഡ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ലോഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ് നമ്മുടെ ഇത്. അപ്പോൾ ആവറേജ് ലോഡ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. ആവറേജ് ലോഡ്, ടോട്ടൽ ലൂട്ട്സ് ഒരു വർഷത്തെ ആനുവൽ ലോഡ്. അപ്പോൾ ആനുവൽ ലോഡ് ഡിവൈഡഡ് ബൈ ടൈം. ആനുവൽ ലോഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ആനുവൽ ലോഡ് തന്നിട്ടുണ്ട്. ആനുവൽ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? തന്നിട്ടുണ്ട്. 61.5 ഇൻറ്റു 10⁻6 യൂണിറ്റ് ആണ്. അത്രയും യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും കിലോ വാട്ട് അവർ ആണ്. ഡിവൈഡഡ് ബൈ ടൈം ആണ്. ടൈം എന്ന് പറയുമ്പോൾ ടൈം ഇൻ അവേഴ്സ്, ഒരു വർഷത്തെ ടൈമാണ്. ഒരു വർഷം എന്ന് പറയുമ്പോൾ എത്ര ദിവസമുണ്ട്? 365 ദിവസം ഇൻറ്റു ഓരോ ദിവസവും എത്ര മണിക്കൂറുണ്ട്? 24 അവർ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് ലോഡ് കിട്ടും. ഓക്കെ, ഓക്കെ. അതായത് എൻ്റെ ലാപ്ടോപ്പ് ഒന്ന് ഓഫായി കേട്ടോ. അപ്പോൾ ഞാൻ പറയാം. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് സ്ക്രീൻ കാണാമോ? ഇപ്പോൾ സ്ക്രീൻ ഓഫായോ? ഒന്ന് പറയാമോ? സ്ക്രീൻ ഓഫായോ? കാണാം സർ. സ്ക്രീൻ കാണാം. എൻ്റെ ലാപ്ടോപ്പ് ഓക്കെ. ലാപ്ടോപ്പ് ഓഫായി. അപ്പോൾ ആവറേജ് ലോഡ് എന്ന് പറയുന്നത് ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ ആനുവൽ ലോഡ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ നിങ്ങളത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ലോഡ് കിട്ടും. ഇനി അടുത്ത ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ തന്നെ എന്ത് തന്നിട്ടുണ്ട്? മാക്സിമം ഡിമാൻഡ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്രയാണ് മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്? 20 മെഗാവാട്ടാണ്. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് 20 മെഗാവാട്ടാണ്. അപ്പോൾ ആവറേജ് ലോഡിനെ നിങ്ങൾ മാക്സിമം ഡിമാൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആവറേജ് ലോഡിനെ നിങ്ങൾ മാക്സിമം ഡിമാൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഡ് ഫാക്ടർ കിട്ടും. എനിക്കത് മൊത്തം പറയാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പ് ഓഫായിപ്പോയി. ഇവിടെ കറണ്ടും പോയി, അതിൻ്റെ ബാക്കപ്പും കഴിഞ്ഞു. എനിവേ, അപ്പം അത് സിമ്പിളാണ്. നിങ്ങൾ ആവറേജ് ലോഡ് കണ്ടുപിടിച്ചല്ലോ. ആവറേജ് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്തു, ആവറേജ് ലോഡ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഡ് ഫാക്ടർ നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമ്മൾ കണ്ടുപിടിച്ചു.